ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ, രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. എല്ലാവർക്കും നമസ്കാരം. വാൽമീകി രാമായണത്തിലെ ഉത്തരകാണ്ഡം, രാവണാദികളുടെ ഉൽപ്പത്തി പറയുന്നു. രാക്ഷസാധിപനായ ഹേതിയുടെ പുത്രനായ വിദ്യുക്കേശന് സാലകടങ്കട എന്ന രാക്ഷസിയിൽ ഒരു പുത്രൻ ജനിച്ചു. ഭർത്താവുമായി ക്രീഡിച്ചു നടക്കാൻ ആഗ്രഹിച്ച അവൾ ആ കുഞ്ഞിനെ മന്ദരപർവ്വതത്തിൽ ഉപേക്ഷിച്ചുപോയി. ആ കുഞ്ഞ് ഇടിമുഴക്കം പോലുള്ള ഒച്ചയിൽ കരഞ്ഞുകൊണ്ടിരുന്നു. പാർവതി പരമേശ്വരന്മാർ വൃഷഭാരൂഢരായി വാനിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ ആ കരച്ചിൽ കേട്ടു താഴെ ഇറങ്ങി. കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് താഴെ ഇറങ്ങി. ദേവി കാരുണ്യം തോന്നി കരയുന്ന കുഞ്ഞിനെ എടുത്ത് പാല് കൊടുത്തു. പിന്നെ മാതാവിനോടൊപ്പം പ്രായമുള്ളവനാക്കി തീർക്കുകയും ചെയ്തു. ആ കുട്ടിയെ തനിയെ ഉപേക്ഷിച്ചു പോകാൻ മടിച്ചോ ആ വാത്സല്യം കൊണ്ട്, മാതൃവാത്സല്യം കൊണ്ട് പാർവതി ദേവി അങ്ങനെ ഒരു വരം കൊടുത്തു. പെട്ടെന്ന് ഗർഭം ധരിക്കലും അതേമാതിരി പെട്ടെന്നുള്ള പ്രസവം, അതുപോലെ തന്നെ ഉടനെയുള്ള വലുതാവല്, പ്രായമാകൽ എല്ലാം രാക്ഷസന്മാർക്ക് വരമായി നൽകുകയും ചെയ്തു. മഹാദേവനോ പാർവതിയുടെ പ്രിയം സാധിപ്പിക്കാൻ മഹാദേവനും ആകാശത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരു നഗരവും വരമായി നൽകി. സുകേശൻ എന്നാണ് ആ പുത്രന് പേര് നൽകിയത്. വിദ്യുക്കേശന്റെ പുത്രനെ സുകേശൻ എന്ന് വിളിക്കുന്നു. ആ സുകേശൻ അങ്ങനെ സഞ്ചരിക്കുന്ന നഗരവും വരമായി നേടി. വരം ലഭിച്ച ധാർമ്മികനായ ആ സുകേശനെ ഗന്ധർവപുത്രിയായ വേദവതിയിൽ ജനിച്ച പുത്രന്മാരാണ് മാലി, സുമാലി, മാല്യവാൻ എന്ന രാക്ഷസന്മാർ. ഇതിൽ ഈ സുമാലിയുടെ വംശത്തിലാണ് രാവണന്റെ ഉൽപ്പത്തി. സുമാലിയുടെ പുത്രിയായ കൈകേസിയിലാണ് രാവണന്റെ ജനനം. രാവണന്റെ ഉൽപ്പത്തി പറയുമ്പോൾ ഇതും കൂടെ ഒന്ന് പറഞ്ഞെന്ന് മാത്രം. പരമശിവന്റെ തപോബലത്താലാണ് പിതാവ് വരപ്രാപ്തി നേടിയതെന്നറിഞ്ഞ് ആ സഹോദരന്മാരും സുമാലി, മാല്യവാൻ തുടങ്ങിയിട്ടുള്ള ആ സഹോദരന്മാരും തപസ് ചെയ്യാൻ ആഗ്രഹിച്ചു. അവർ മേരുപർവ്വതത്തിൽ പോയി തപസ് തുടങ്ങി. ബ്രഹ്മാവ് ശ്രേഷ്ഠമായ വിമാനത്തിൽ വന്ന് ആ രാക്ഷസന്മാർക്ക് വരം നൽകാൻ തയ്യാറായി. ഞങ്ങൾ അജയ്യരും ശത്രുക്കളെ ജയിക്കുന്നവരും ചിരഞ്ജീവികളും ആകണമെന്നാണ് അവർ വരം വരിച്ചത്. വരം നേടിയതിനാൽ നിർഭയരായി ആ രാക്ഷസന്മാർ ദേവാസുരന്മാരെ എല്ലാം ദ്രോഹിക്കാൻ തുടങ്ങി. ദേവന്മാർക്ക് ശില്പിയായ വിശ്വകർമാവിനോട് തനിക്കും ഒരു ഗൃഹം വേണം എന്ന് ഹിമാലയത്തിലോ മന്ദരപർവ്വതത്തിലോ എവിടെയായാലും മഹാമേരുവിലോ മഹേശ്വര ഭവനം പോലെ ഒരു ഗൃഹം നിർമ്മിക്കാനായി ആ വിശ്വകർമാവിനോട് ആവശ്യപ്പെട്ടു സുകേശൻ. ആ സുമാലികള് പണ്ട് ഇന്ദ്രന് വേണ്ടി നിർമ്മിച്ച ലങ്ക എന്ന പുരി വിശ്വകർമാവാണ് രാക്ഷസന്മാർക്ക് നൽകിയത്. വിശ്വകർമാവാണ് കൊടുത്തത്. അവർ രാക്ഷസന്മാർക്കായിട്ട് നൽകുകയും ചെയ്തു. ഇന്ദ്രന് വേണ്ടി നിർമ്മിച്ചതായിരുന്നു അത് ആ പുരം. ഈ മാലി, സുമാലി, മാല്യവാൻ തുടങ്ങിയ ഈ രാക്ഷസന്മാർക്ക്
താമസിക്കാനായിട്ട് നൽകി. അവരവിടെ പോയി പരിവാരങ്ങളോടുകൂടി സുഖമായി വസിച്ചുകൊണ്ടിരുന്നു. പിന്നീട് ആ 3 രാക്ഷസരും ബലവീര്യങ്ങളിൽ അഹങ്കരിച്ചുകൊണ്ട് ഇന്ദ്രാദി ദേവന്മാരെയും ഋഷിമാരെയും യക്ഷന്മാരെയും ഒക്കെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നു. ദേവന്മാരുടെ അപേക്ഷ പ്രകാരം മഹാവിഷ്ണുവാണ് യുദ്ധത്തിൽ തോൽപ്പിച്ച് അവരെ പാതാളത്തിലേക്ക് അയച്ചത്. ലങ്ക വിട്ടവർ പാതാളത്തിലേക്ക് ഭയപ്പെട്ടോടി. വിഷ്ണുവിനെ ഭയന്നാണ് അവർ പാതാളത്തിൽ പോയി താമസമാക്കി. പിന്നീട് ആ ലങ്കയിൽ വിശ്രവസിന്റെ പുത്രനായ വൈശ്രവണനാണ് വസിച്ചത്. പണ്ട് ലങ്കയിൽ വാണിരുന്ന രാക്ഷസന്മാരായ മാലി, സുമാലി, മാല്യവാൻ എന്നിവരുടെ ചരിത്രമാണ് പറഞ്ഞതിപ്പോൾ. ഭഗവാൻ അഗസ്ത്യനാണ് ഈ കഥകളെല്ലാം ശ്രീരാമന് പറഞ്ഞു കൊടുത്തത്. പറയാണ്, അങ്ങ് വധിച്ച രാക്ഷസന്മാരെല്ലാം പൗലസ്ത്യർ എന്ന് പറയപ്പെടുന്നു. അതായത് രാവണാദികളൊക്കെ പൗലസ്ത്യന്മാരെന്ന് പറയുന്നു. അതിനു മുമ്പും രാക്ഷസന്മാരുണ്ടായിരുന്നു ഈ ലങ്കയിൽ എന്ന് ശ്രീരാമൻ ചോദിച്ചതനുസരിച്ച് ആ കഥയും പറഞ്ഞു കൊടുത്തു. അങ്ങനെ ആ മാലി, സുമാലി, മാല്യവാൻ തുടങ്ങിയവർ അവരെക്കാളും രാവണനേക്കാളും ബലമേറിയവരാണ് എന്നും അദ്ദേഹം പറഞ്ഞു. ഇനി വിശ്രവസിന് സുമാലിയുടെ പുത്രിയായ കൈകസിയിൽ രാവണാദികൾ അതെങ്ങനെയെന്ന് പറയാം. രാവണന്റെ ഉൽപ്പത്തിയാണല്ലോ ചോദിച്ചത്. അതിന്റെ പൗലസ്ത്യൻ എന്ന് പേര് വരാൻ, അല്ല, പുലസ്ത്യന്റെ പുത്രനായ അഗസ്ത്യ മഹർഷി, അല്ല, ബ്രഹ്മാവിന്റെ പുത്രനായ പുലസ്ത്യന്റെ പുത്രനായ വിശ്രവസ്, ആ വിശ്രവസിന്റെ പുത്രന്മാരാണ് ഈ രാവണാദികള്, വൈശ്രവണനും. അതുകൊണ്ട് പൗലസ്ത്യന്മാരെന്ന് പറയുന്നു അവരെ. ഇനി വിശ്രവസിന് സുമാലിയുടെ പുത്രിയായ കൈകസിയിൽ രാവണാദികൾ എങ്ങനെയെന്ന് പറയാം. രാവണാദികളുടെ ഉൽപ്പത്തി. കുറെ കാലം ആ പാതാളത്തിൽ കഴിഞ്ഞ സുമാലി പാതാളം വിട്ട് മർത്യലോകത്തിലെത്തി സഞ്ചരിച്ചു. പുത്രിയായ കൈകസിയോടുകൂടി ഭൂമിയിൽ വന്ന് സഞ്ചരിച്ചു കൊണ്ടിരുന്നു. എന്താണ് അവസ്ഥ എന്നറിയാൻ പാതാളത്തിൽ കുറെ കാലം വസിച്ചല്ലോ. കൈകസിയും കൊണ്ട് ഭൂമിയിൽ വന്ന് ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരുന്നു. മർത്യലോകത്തിൽ വന്ന് സഞ്ചരിച്ചു കൊണ്ടിരുന്നു. കാർമേഘ തുല്യനും തങ്കക്കുണ്ടലം ഇട്ടവനുമായ ആ രാക്ഷസേന്ദ്രൻ താമരയില്ലാത്ത കന്യകയായ ലക്ഷ്മിയെ പോലെയുള്ള മകളോടൊത്ത് മർത്യലോകത്തിൽ സഞ്ചരിക്കുമ്പോൾ, അതായത് ലക്ഷ്മി ദേവിയെ പോലെ സുന്ദരിയായിരുന്നു, താമരയില്ല കയ്യിലെന്നേ വ്യത്യാസമുള്ളൂ. അത്ര സുന്ദരിയാണ് ആ കൈകസി. മർത്യലോകത്തിൽ സഞ്ചരിക്കുമ്പോൾ പുഷ്പക വിമാനത്തിൽ സഞ്ചരിക്കുന്ന കുബേരനെ കണ്ടു. കുബേരൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വൈശ്രവണൻ അച്ഛൻ്റെ അടുത്തേക്ക് ഈ പുഷ്പക വിമാനത്തിൽ ഇടയ്ക്കിടയ്ക്ക് പോകും. ലങ്കയിൽ നിന്ന് ആശ്രമത്തിലേക്ക് വരും. ദേവതുല്യനും സൂര്യസമാനനുമായ സുമാലി ഭൂതലത്തിൽ നിന്ന് രസാതലത്തിൽ എത്തിയ ശേഷം ഇങ്ങനെ ആലോചിച്ചു, എങ്ങനെ ശ്രേയസ് ഉണ്ടാക്കാം, എന്തു ചെയ്താലാണ് അഭിവൃദ്ധി പ്രാപിക്കുക എന്നെല്ലാം ചിന്തിച്ചു. ആ കുബേരനെ കണ്ട് അതേപോലെ പ്രസിദ്ധി നേടാനും അല്ലെങ്കിൽ ശ്രേയസ് ഉണ്ടാക്കാനും അഭിവൃദ്ധി നേടാനും എന്താണ് വഴി എന്ന് ആലോചിച്ചു. ആ രാക്ഷസൻ പിന്നെ പുത്രിയായ കൈകസിയോട് ഇങ്ങനെ പറഞ്ഞു, നിനക്ക് യൗവനം കഴിയാറായി, കന്യാദാനത്തിനുള്ള കാലം കടന്നുപോയി. വിസമ്മതിക്കുമെന്ന പേടി മൂലം വരന്മാരാരും നിന്നെ വരിക്കാൻ വരുന്നുമില്ല. അവൾ സമ്മതിക്കാറില്ല വിവാഹത്തിന്. ധർമ്മബുദ്ധിയാൽ നിനക്ക് വേണ്ടി ഞങ്ങളെല്ലാം പാടുപെടുന്നു. നീ സാക്ഷാൽ ശ്രീയെ പോലെ സർവഗുണ സമ്പന്നയാണ്. ലക്ഷ്മി പോലെ സർവഗുണങ്ങളും നിറഞ്ഞവളാണ് നീ. മാനകാംക്ഷിയായ ഏതൊരാൾക്കും കന്യാപിതൃത്വം ദുഃഖകരം തന്നെയാണ്. ഒരു കന്യകയുടെ പിതാവാവുക എന്ന് പറഞ്ഞാൽ ദുഃഖമാണ്. അത്
കന്യകയെ ആര് ഭരിക്കും, ആർക്ക് കൊടുക്കുമെന്ന് അറിയാൻ അത് കൊടുത്തു തരുന്ന ഭാരം ഒഴിയുന്നത് വരെ വേണ്ട പോലെ ആലോചിച്ച് ചെയ്യേണ്ട കാര്യമാണ്. അതുകൊണ്ട് എപ്പോഴും പിതാവിന് കന്യക ഒരു വല്ലാത്ത തലവേദനയാണ്. മാതൃവംശം, പിതൃവംശം, വേൾക്കുന്നവന്റെ വംശം എന്നിങ്ങനെ 3 വംശങ്ങളെയും കന്യക എപ്പോഴും ആശങ്കയിലാഴ്ത്തുന്നു. നീ മുനിവരനും ശ്രേഷ്ഠനും പ്രജാപതി കുലോദ്ഭവനും പൗലസ്ത്യനുമായ ആ വിശ്രവസിനെ ഭജിച്ച് സ്വയം ഭരിച്ചുകൊള്ളുക. അത്ര ശ്രേഷ്ഠനാണ് ആ വിശ്രവസ് എന്ന പുത്രൻ. കുബേരന്റെ, അതായത് വൈശ്രവണന്റെ അച്ഛൻ. അദ്ദേഹത്തെ വേണ്ട പോലെ പരിചരിച്ച് സന്തോഷിപ്പിച്ച് സ്വയം വരിക്കുക. എന്ത് വരമാണ് ആവശ്യപ്പെട്ടത്? അതേ വൈശ്രവണനെ പോലുള്ള തേജസ്സുള്ള പുത്രന്മാരെ നേടാൻ വേണ്ടിയിട്ടാണ് ആ കൈകസിയോട് പറയുന്നത്. തേജസ് കൊണ്ട് സൂര്യസമാനായ ഒരു പുത്രന്മാർ, ധനേശ്വരനെ പോലെ സൂര്യസമനായ പുത്രന്മാർ നിനക്കും ഉണ്ടാവും. അതുകൊണ്ട് നീ ആ മുനിയെ പോയിട്ട് സന്തോഷിപ്പിക്കണമെന്നാണ് സുമാലി പറയുന്നത്. ആ വാക്ക് കേട്ട് ആ കന്യക പിതാവിനോടുള്ള ആദരവാൽ വിശ്രവസ് തപസ് ചെയ്യുന്ന സ്ഥലത്ത് ചെന്നു സന്ദർശിച്ചു. അവിടെ പോയിട്ട് കണ്ടു, വിശ്രവസ് തപസ് ചെയ്യുന്ന സ്ഥലത്ത് പുലസ്ത്യപുത്രനായ ആ ദ്വിജൻ വിശ്രവസ് 4മതൊരു അഗ്നി എന്ന പോലെ അഗ്നിഹോത്രം അനുഷ്ഠിക്കുകയായിരുന്നു. ഹോമാദികളൊക്കെ ചെയ്യുന്ന, അഗ്നിഹോത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ കൈകസി അവിടെ എത്തിയത്. ആ കാലം അശുഭകരമാണെന്നറിയാതെ അച്ഛനോടുള്ള ആസ്ഥയാൽ അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്ന് തല താഴ്ത്തി പാദങ്ങളിലേക്ക് നോക്കിക്കൊണ്ടും കാൽപ്പെരിൽ വിരൽ കൊണ്ട് കൂടെ കൂടെ ഭൂമിയിൽ വരച്ചുകൊണ്ടും അവൾ നിൽപ്പായി. തല കീഴ്പോട്ട് നോക്കിയിട്ട് ഒന്നും സംസാരിക്കാണ്ട് നാണിച്ചു നിന്നു എന്നർത്ഥം. ആ മുനിവരന്റെ അടുത്ത് ചെന്ന് എന്തോ ആഗ്രഹം പറയാനുണ്ടെന്നുള്ള ഭാവത്തിൽ അവൾ അവിടെ നിൽപ്പായി. പൂർണ്ണചന്ദ്രവദനയും സ്വതേജസ്സാൽ തിളങ്ങുന്നവളും സുശ്രോണിയുമായ അവളെ കണ്ട് അദ്ദേഹം പരമ ഉദാരനായി പറഞ്ഞു. അവളെ കണ്ടിട്ട് ആ മുനി ചോദിക്കുകയാണ്, ഭദ്രേ, നീ ആരുടെ മകളാണ്? എവിടെ നിന്നാണ് വരുന്നത്? കാര്യമെന്ത്? എന്തിനു വേണ്ടിയാണ് ഇവിടെ വന്നതെന്നുള്ള കാര്യം പറയൂ, സത്യം പറയൂ. ഏവമുക്താതു സാ കന്യാ കൃതാഞ്ജലിരഥാ ബ്രവേ ആത്മപ്രഭാവേന മുനേ നാതുമർഹസി മേ മതം. ഇത് കേട്ട കന്യക തൊഴുതുകൊണ്ടിങ്ങനെ ഉണർത്തിച്ചു, മഹർഷേ, അങ്ങ് ആത്മശക്തി കൊണ്ട് എൻ്റെ ഇംഗിതം അറിയണം. അങ്ങയ്ക്ക് അറിയാമല്ലോ, ധ്യാനശക്തി കൊണ്ട് മനസ്സിലാക്കണം എൻ്റെ ആഗ്രഹം എന്തെന്ന്. എൻ്റെ മനസ്സറിയാൻ അങ്ങയ്ക്ക് കഴിയും. ഞാൻ പിതാവിൻ്റെ ആജ്ഞയാൽ വന്നവളാണെന്ന് അറിഞ്ഞാലും. കൈകസി എന്നാണ് എൻ്റെ പേര്. ശേഷമെല്ലാം അങ്ങ് ധ്യാനത്തിൽ കണ്ടു, ജ്ഞാനം കൊണ്ട് അറിഞ്ഞുകൊള്ളുക. ആ മുനി ധ്യാനസ്ഥിതനായ ശേഷം ഇപ്രകാരം പറഞ്ഞു, ഭദ്രേ, നീ വന്നതിൻ്റെ കാരണം എനിക്ക് മനസ്സിലായി. നീ എന്നിൽ നിന്ന് സന്താനങ്ങളെ ആഗ്രഹിക്കുന്നു. പക്ഷേ നീ എൻ്റെ അടുത്ത് വന്നത് ഘോരമായ സമയത്താണ്. അതുകൊണ്ട് നീ എങ്ങനെയുള്ള പുത്രന്മാരെയാണ് പ്രസവിക്കുന്നത് എന്ന് കേട്ടുകൊള്ളൂ. ഘോരമായ സമയമായതുകൊണ്ട് ഘോരസ്വഭാവികളും ഘോരരൂപന്മാരും ഘോരജനപ്രിയന്മാരും ക്രൂരകർമാക്കളുമായ രാക്ഷസന്മാരെ നീ പ്രസവിക്കും. പണ്ട് ദിതിയോട് കശ്യപ പ്രജാപതിയും പറയേണ്ടായിരുന്നു, ഇതേമാതിരി ഈ സന്ധ്യാസമയത്ത് ഉണ്ടായ പുത്രന്മാരായ ഹിരണ്യകശിപവും ഹിരണ്യാക്ഷൻ ഘോരസ്വരൂപികളായി തീർന്നതും ദിതി ആ 100 വർഷം ആ ഗർഭം പ്രസവിക്കാതെ കാത്തു സൂക്ഷിച്ചു, ഭയപ്പെട്ട് ഘോരന്മാരായ പുത്രന്മാർ ജനിക്കുന്നു കേട്ടപ്പോൾ. പക്ഷെ അവളിലും പറഞ്ഞു, ഒരു പുത്രൻ നന്നായിട്ട് വരും, അവരുടെ പുത്രന്റെ പുത്രനായ ആ പ്രഹ്ലാദൻ ഭക്തനായി തീരുമെന്ന് പറഞ്ഞ ദിതിയെ ആശ്വസിപ്പിക്കുന്നുണ്ട് കശ്യപ പ്രജാപതി. ഇവിടെയും അതുപോലെ തന്നെയാണ് സംഭവിക്കുന്നത്. ഘോര സമയത്താണ് ഈ കൈകസി വന്ന് അഭ്യർത്ഥിച്ചത്, തൻ്റെ ഇംഗിതം അറിയിച്ചത്.
പക്ഷെ ആ സമയം ശരിയായിരുന്നില്ല. അതുകൊണ്ട് നിനക്ക് ക്രൂരകർമാക്കളായ രാക്ഷസന്മാരെ നീ പ്രസവിക്കുമെന്ന് വിശ്രവസ് മുനി പറഞ്ഞു. അവൾ ആ വാക്ക് കേട്ടപ്പോൾ വണങ്ങിക്കൊണ്ട് ഭക്തിയോടുകൂടി വീണ്ടും പറഞ്ഞു വിനീതമായിട്ട്, ബ്രഹ്മജ്ഞാനിയായ അങ്ങയിൽ നിന്ന് ഇങ്ങനെയുള്ള ദുർവൃത്രരായ പുത്രന്മാരെ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നോട് കരുണ കാണിച്ചാലും സൽപുത്രന്മാരെ നൽകണം എന്നുള്ള അർത്ഥത്തിൽ ദയ തോന്നിയ ആ മഹർഷി പറഞ്ഞു. കന്യക ഇങ്ങനെ അപേക്ഷിച്ചപ്പോൾ മുനി പൊങ്കുവനായ ആ വിശ്രവസ് ചന്ദ്രൻ രോഹിണിയോട് എന്ന പോലെ വീണ്ടും കൈകസിയോട് ഇങ്ങനെ പറഞ്ഞു. ചന്ദ്രന് രോഹിണിയെ ഏറ്റവും ഇഷ്ടം. 27 നക്ഷത്രങ്ങളിൽ ഏറ്റവും പ്രിയപ്പെട്ടവളാണ് ആ രോഹിണി ചന്ദ്രന്. അതേപോലെ തന്നെ ഈ മുനിക്കും അവളുടെ വിനയം ഭക്തിയും കണ്ട് ഇപ്പോൾ സന്തോഷമായിട്ട് അവൾ സൽപുത്രനെ ആഗ്രഹിച്ചല്ലോ, അത് കാരണം വിനീതമായി അഭ്യർത്ഥിച്ചപ്പോൾ നിനക്കുണ്ടാകുന്ന ഒടുവിലത്തെ പുത്രൻ എൻ്റെ വംശത്തിന് അനുരൂപനും ധർമാത്മാവുമായി തീരും. അതാണ് രാവണ കുംഭകർണന്മാർക്ക് ശേഷം ശൂർപ്പണഖയ്ക്കും ശേഷം ഉണ്ടായ പുത്രനാണ് വിഭീഷണൻ. ആ പ്രഹ്ലാദൻ തന്നെയാണ് വിഭീഷണൻ എന്ന് പറയുന്നുണ്ട്, അംശമായിട്ട് പറയുന്നുണ്ട്. ഹിരണ്യകശിപുവും ഹിരണ്യാക്ഷനുമാണ് രാവണനും കുംഭകർണനും. പ്രഹ്ലാദനാണ് വിഭീഷണൻ എന്നൊക്കെ പുരാണങ്ങളിൽ പറയുന്ന കേൾക്കാം. ഇവിടെ അങ്ങനെ ഒരു അനുഗ്രഹം കൈകസിക്ക് നൽകി വിശ്രവസ് മുനി. രാമ, ഇപ്രകാരം പറയപ്പെട്ട ആ കന്യക അല്പകാലത്തിന് ശേഷം 10 കഴുത്തും മഹാദംഷ്ട്രയും ചുമന്ന ചുണ്ടുകളും വലിയ മുഖവും 20 കൈകളും ദീപ്തകേശവുമുള്ള നീലമാമലയ്ക്കൊത്ത ഭീഭത്സനും ഘോരനുമായ ഒരു രാക്ഷസ രൂപത്തെയാണ് പ്രസവിച്ചത്. കണ്ടാ പേടി തോന്നുന്ന 10 ശിരസ്സും 20 കൈകളും അങ്ങനെയുള്ള ഒരു രാക്ഷസ രൂപത്തെ പ്രസവിച്ചു. അവൻ ജനിച്ചപ്പോൾ കുറുക്കന്മാരും മറ്റു മാംസമുക്കുകളും അപ്രദക്ഷിണമായി വട്ടം ചുറ്റി നടന്നു. പർജന്യൻ ചോര വർഷിച്ചു, രക്തമഴ പെയ്തു എന്നർത്ഥം. മേഘങ്ങൾ രൂക്ഷമായി ശബ്ദിച്ചു, അതായത് ഇടിമുഴക്കം ഗംഭീരമായി ഇടിമുഴക്കത്തോടുകൂടി ഗർജിച്ചു മേഘങ്ങൾ. സൂര്യന്റെ കാന്തിയും മങ്ങിപ്പോയി. വലിയ ഉൽക്കകൾ നിലത്ത് വന്നു വീണു, ഭൂമിയിൽ വന്ന് പതിച്ചു ഉൽക്കകൾ. അങ്ങനെ ദുർനിമിത്തങ്ങൾ പലതും ഉണ്ടായി രാവണൻ വന്ന് ജനിച്ചപ്പോ എന്നാ പറയുന്നത്. പിതാമഹ സമാനായ ആ പിതാവ്, മുത്തശ്ശന്റെ സമനായ ആ പിതാവ് വിശ്രവസ് അവന് പേരിട്ടത് എന്താണെന്നോ, 10 മുഖങ്ങളുള്ള അവനായി ജനിച്ചതുകൊണ്ട് ദശഗ്രീവൻ എന്ന് നീ അറിയപ്പെടും എന്ന് നാമകരണം ചെയ്തു. ദശഗ്രീവൻ എന്ന് പ്രസിദ്ധനായി തീരുമെന്ന് പറഞ്ഞു. അവൻ ജനിച്ചതിന് ശേഷം മഹാശക്തനായ കുംഭകർണൻ പിറന്നു. പിന്നീടുണ്ടായതാണ് കുംഭകർണൻ. അവന്റെ ആകൃതിയേക്കാൾ വലിയ ആകൃതി ഇവിടെ ലോകത്തിൽ ആർക്കുമില്ല. അത്ര വലിയ ഭീമാകാരനാണ് കുംഭകർണൻ. അതിനുശേഷമാണ് വികൃതവദനയായ ശൂർപ്പണഖ എന്ന പേരുള്ള ഒരു പെണ്ണുണ്ടായത്. സ്ത്രീ ജനിച്ചു, ശൂർപ്പണഖ ഉണ്ടായി. 3-ാമത്തേത്. 4-ാമത്തേതാണ് വിഭീഷണൻ. ധർമ്മമായ വിഭീഷണനാണ് കൈകസിയുടെ ഒടുവിലത്തെ പുത്രൻ. ലോകഭയങ്കരന്മാരായ കുംഭകർണ ദശഗ്രീവന്മാർ ഇരുവരും മഹാശക്തന്മാരായി അവിടെ ആ വൻകാട്ടിൽ വളർന്നു വന്നു. കുംഭകർണൻ മധോന്മത്തനായി ധർമ്മിഷ്ഠരായ മഹർഷ്യന്മാരെ തിന്നുകൊണ്ട് സദാ സന്തുഷ്ടനായി ത്രിലോക്യങ്ങൾ മുഴുവൻ വിഹരിച്ചു നടന്നു. 3 ലോകത്തും നടന്ന് ഏത് സമയം ഭക്ഷണം കഴിക്കുക, അതാണ് കുംഭകർണന്. എല്ലാം കണ്ടത് മുഴുവൻ കിട്ടിയത് മുഴുവൻ വായിലാക്കും. മഹർഷിമാരെ തിന്നുകൊണ്ട് അങ്ങനെ സന്തുഷ്ടനായിട്ട് ജീവിച്ചുകൊണ്ടിരുന്നു.
അതൊരു വലിയ ശല്യമായി തീർന്നു. അതിനുള്ള വഴികളും കഥകളൊക്കെ പിന്നെ പറയുന്നുണ്ട്. ധർമ്മനിരതനായ വിഭീഷണൻ സദാ ധർമ്മത്തിൽ നിന്നുകൊണ്ട് സ്വാധ്യായത്തിൽ മുഴുകി നിയതാഹാരനും ജിതേന്ദ്രിയനുമായി ജീവിച്ചു. കുംഭകർണനും അതേമാതിരി രാവണനും വിഭീഷണനും അവരവരുടെ സ്വഭാവത്തിനനുസരിച്ച് ജീവിച്ചു പോന്നു. കുറെ കാലം കഴിഞ്ഞ ശേഷം ധനേശ്വരനും ദേവനുമായ വൈശ്രവണൻ, ധനേശ്വരനാണ്, അങ്ങനെയുള്ള സമ്പത്തൊക്കെ ബ്രഹ്മാവിൽ നിന്ന് വരം തേടിയ കഥയൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. പുഷ്പക വിമാനം, ആ വിമാനത്തിൽ കയറി അച്ഛനെ കാണാനായിട്ട് അവിടെ വന്നു. ലങ്കയിൽ നിന്ന് വൈശ്രവണൻ അവിടെ എത്തി. കാന്തി കൊണ്ട് കത്തിജ്വലിക്കുന്ന ആ വൈശ്രവണനെ കണ്ടപ്പോൾ കൈകസി ദുഷ്ടബുദ്ധിയോടുകൂടി ദശഗ്രീവനോട് ഇങ്ങനെ പറഞ്ഞു. രാവണനോട് പറയാണ് കൈകസി, മാതാവായ കൈകസി പറഞ്ഞു, മകനെ, തേജസാവൃതനായ സഹോദരൻ വൈശ്രവണനെ നോക്കൂ. എന്ത് തേജസ്സാണ് ആ വൈശ്രവണന്. അതുപോലെ ഒരു വിക്രമവും തേജസ്സുമുള്ള പുത്രനായി തീരണം നീയും. സഹോദരനാണ് നിന്റെ പിതാവിൻ്റെ, അതെ, ഒരേ രക്തമാണല്ലോ നിങ്ങൾ. സമന്മാരാണെങ്കിലും തുല്യന്മാരാണെങ്കിലും നിങ്ങൾ സഹോദരഭാവം കൊണ്ട് തുല്യമാണെങ്കിലും സ്വഭാവം കൊണ്ട് വളരെ വ്യത്യാസം. അതുകൊണ്ട് ആ വൈശ്രവണനെ പോലെ ആകാൻ നീയും ശ്രമിക്കണമെന്ന് രാവണനോട് പറയാണ്. സഹോദരഭാവം സമമാണെങ്കിലും ഇപ്രകാരമുള്ള നിന്നെയും നോക്കൂ. നിന്റെ സ്വഭാവം എങ്ങനെയാണ്? ക്രൂരമായുള്ള സ്വഭാവമല്ലേ കാണിക്കുന്നത്. ആ വൈശ്രവണനെ നോക്കൂ. ദശാനന, അങ്ങനെ വിളിക്കുന്നത് അമ്മ. അമിത വിക്രമ, നീയും വൈശ്രവണന് സമാനാകാനുള്ള പ്രയത്നം ചെയ്യുക. നീയും ആ കുബേരനെ പോലെ കീർത്തി നേടണം. തപസ്സുകൊണ്ട് മരങ്ങളെല്ലാം വാങ്ങി കീർത്തിമാനായി തീരണം, ധനവാനായി തീരണം എന്നൊക്കെ ആ കൈകസി പറയാണ് രാവണനോട്. പ്രതാപവാനായ ദശഗ്രീവൻ അമ്മയുടെ ആ വാക്ക് കേട്ട് അതിയായ അമർഷത്തോടെ അപ്പോൾ തന്നെ പ്രതിജ്ഞ ചെയ്തു. രാവണൻ അമ്മയുടെ മുന്നിൽ അപ്പം തന്നെ പ്രതിജ്ഞ ചെയ്തുകൊണ്ട് പറഞ്ഞു, സത്യമായും ഞാൻ അവിടത്തോട് പ്രതിജ്ഞ ചെയ്യുന്നു, ആ മനസ്സിലെ ദുഃഖം ഉപേക്ഷിച്ചോളൂ. ഞാൻ വേഗം തന്നെ ജ്യേഷ്ഠന് തുല്യനോ അതിലും മീതെയോ ആയിത്തീരും, ആ കുബേരന് മേലെയോ ആയിത്തീരും എന്നുള്ള സത്യം രാവണൻ അവിടെ അമ്മയുടെ മുന്നിൽ വെച്ച് അപ്പം തന്നെ ചെയ്തു. തപസ് ചെയ്ത് വരങ്ങൾ നേടി ആ കുബേരനേക്കാൾ ശ്രേഷ്ഠനായി തീരുമെന്നൊക്കെ രാവണൻ അപ്പോഴേ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞു. അങ്ങനെയാണ് കഠിന തപസ് ചെയ്ത് ബ്രഹ്മാവിൽ നിന്ന് പല വരങ്ങളും വാങ്ങിയതും ഒക്കെ എന്താണെന്നുള്ളത് നമുക്ക് അടുത്ത അധ്യായത്തിൽ കേൾക്കാം. അമ്മയോടിങ്ങനെ പറഞ്ഞ ശേഷം ആ ദശഗ്രീവൻ അനുജന്മാരോടൊപ്പം കാര്യസിദ്ധിക്ക് വേണ്ടി ഗോകർണം എന്ന പർവ്വതത്തിലേക്ക് തപസ്സിന് പോയി. കാര്യം നേടാൻ വേണ്ടി, തപസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹോദരന്മാരോടുകൂടി ഗോകർണം എന്ന പർവ്വതത്തിലേക്ക് പോയിത്ര. അങ്ങനെയാണ് പിന്നെ രാവണനും കുംഭകർണം വിഭീഷണൻ തപസ് ചെയ്തു വരങ്ങൾ നേടുന്നതും എങ്ങനെയാണ് തപസ് ചെയ്തതെന്നും എന്തൊക്കെ വരങ്ങളാണ് നേടിയത് എന്നൊക്കെ അടുത്ത അധ്യായത്തിൽ പറയും. അതുവരെ എല്ലാവർക്കും നമസ്കാരം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്ത ന്യായേന മാർഗേണ മഹീം മഹീഷ. ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാൻ കരോമി യദ്ദിൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ശ്രീ ജഗദംബാർപ്പണമസ്തു.
ഓം ശ്രീ ഗുരുഭ്യോ നമ. ഹരി ഓം തത്സത്.